ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്. ദൈവത്തിൻ്റെ കൃപയാൽ യോശുവയുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ സെഷനിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ 412 വിഷയമാണ്, 412 ക്ലാസ്സാണ്. 42 വിഷയവുമാണ് ഈ പാഠ്യപദ്ധതിയുടെ 42 വിഷയമാണ്. 412 ക്ലാസ്സാണ് ഈ ക്ലാസ്. നിങ്ങൾ നൽകുന്ന സഹകരണം, പ്രോത്സാഹനം, പ്രാർത്ഥനയുടെ പിൻബലം എല്ലാം നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. നമുക്ക് പുസ്തകത്തിൽ പ്രവേശിക്കാം. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്. അവിടെ മോശയെക്കുറിച്ച് പറയുമ്പോൾ യഹോവയുടെ ദാസനായ മോശ എന്ന് പറയുന്നു. യോശുവയെക്കുറിച്ച് പറയുമ്പോൾ മോശയുടെ ശുശ്രൂഷകനായ യോശുവ എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ മറ്റൊരാളുടെ ശുശ്രൂഷ കേൾക്കാൻ മോശ, നമുക്ക് നേരിട്ട് ഡയറക്റ്റ് എൻട്രിയാണ് നമുക്ക് ആവശ്യം, അല്ലേ? കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പഠിച്ചാൽ ഇന്ന് വേദികളിൽ ശോഭിക്കുന്നതായ ഒരുപാട് ദേവദാസന്മാർ, അവർക്ക് മുമ്പേ ഉണ്ടായിരുന്ന ദേവദാസന്മാരുള്ള ബന്ധത്തിൽ അവരുടെ സഹായികളായി, ശുശ്രൂഷക്കാരായി, അവരെ വേഗം ചുമന്ന് നടന്നതായ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഇന്ന് ഒരു സ്റ്റേജിൽ എവിടെയെങ്കിലും പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേഗം നമുക്ക് 4 പേര് നമ്മൾ കൂട്ടി നിർത്തും. മറ്റൊരു വാർദ്ധക്യത്തിലും ശാരീരിക ക്ഷീണമൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് അവർ ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവർ ജീവിതത്തെ സേവിച്ചത്. ഇന്നത്തെ പോലെയുള്ളതായ ജീവിത സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കിലോമീറ്ററുകൾ ദിവസങ്ങളൊക്കെ നടന്ന് അലഞ്ഞൊക്കെ വരുമ്പോഴേ ഈ ഡ്രസ്സാണെങ്കിലും ഉള്ളത് എല്ലാം കെട്ടിപ്പറക്കി നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ചുമക്കാനായിട്ട്, പിടിക്കാനായിട്ട് ഒരാൾ സഹായിയായിട്ട് ചെറുപ്പക്കാരായ ചില സഹോദരന്മാരെ കർത്താവ് ആളുകളെ എഴുന്നേൽപ്പിച്ചു. അവരൊക്കെ പിൻകാലങ്ങളിൽ ലോകം അറിയപ്പെടുന്ന സുവിശേഷകന്മാരായി മാറി എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബൈസ്കൂളിലൊക്കെ പോയ പിള്ളേർ ബൈസ്കൂളിൽ കിടന്ന് പറയുമ്പോഴത്തേക്കും സവായാർ വീട്ടിൽ ഭയങ്കര ബഹളമാണ്. അന്നൊക്കെ ആരെങ്കിലും കൂടെ ദിവസമാരെ കൂടെ നടന്ന് കണ്ടും കേട്ടും പഠിച്ച് അവർ ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്, അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് കണ്ടും കേട്ടൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത്. ആ വളർന്നു വന്നവർക്ക് ഒരു സിസ്റ്റമാറ്റിക്കായുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്നത്തെ പോലെ സിസ്റ്റമാറ്റിക്കായുള്ള തിയോളജി പഠനം ഉണ്ടായിരുന്നു വരികയില്ല. പക്ഷേ അത് ജീവിതത്തെക്കുറിച്ചുള്ളതായ, ശുശ്രൂഷകളെക്കുറിച്ചുള്ളതായ വ്യക്തമായ കാഴ്ചപ്പാടും അതിനൊരു ക്രമവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു ഹൈസ്കൂളിൽ പഠിക്കുക, ഏതെങ്കിലും ഡിഗ്രി എടുക്കുക, അങ്ങനെ ചാടി വരിക, അപ്പോസ്തലനാകുന്നു, പ്രവാചകനാകുന്നു, ഉപദേഷ്ടാവാകുന്നു, അല്ലേ? അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ്. ഇവിടെ മോശയുടെ ശുശ്രൂഷകനായിരുന്നു യോശുവ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം പറയും, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. ആ കൂട്ടത്തിൽ ഒരുപാട് പേര് വരേണ്ടായിരുന്നു. ഈ യോശുവയോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതിന് കാരണമുണ്ട്. ആ ജനത്തെ നയിപ്പാനായിട്ട് ദൈവത്താൽ അവൻ നിയോഗിക്കപ്പെട്ടവനാണ്. ഞാനൊരു കാര്യം പറയാം. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിങ്ങളെക്കാൾ മിടുക്കന്മാരും മിടുക്കളൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. ഞാനിങ്ങനെ പറയാറുണ്ട്, എന്നേക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നേക്കാൾ നന്നായി വിശ്വജിത് നയിക്കുന്ന ആളുകളുണ്ട്, എന്നേക്കാൾ നന്നായി സമർപ്പണമുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരിൽ അല്ലെങ്കിൽ അവരെ പലരെയും ഏൽപ്പിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം എന്നെ കൊണ്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതലുകൊണ്ടോ എൻ്റെ സമർപ്പണത്തിൻ്റെ കൂടുതലുകൊണ്ടോ അല്ല, ദൈവത്തിന് അങ്ങനെ ഒരു കൃപ തോന്നി.
ഞാനിത് പറയാൻ കാരണം, നമ്മെക്കുറിച്ച് എല്ലാവരെ കുറിച്ച് ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ വിശുദ്ധിയുടെയോ പ്രാർത്ഥനയുടെയോ ഒക്കെ വലിയ അതുകൊണ്ടാകുന്നത്. ദൈവത്തിന് ചിലരുടെ ചില കാര്യങ്ങൾ ശരിക്കും കൃപ തോന്നുകയില്ല. അതിന് ദൈവം നമ്മിൽ കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗുണവിശേഷം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമായിരിക്കാം. എന്തായാലും ഇവിടെ യോശുവയെ ദൈവം ഈ ജനത്തെ നയിക്കാനുള്ള ആഹ്വാനം കൊടുത്ത് നിയോഗിക്കുന്നു, ആഹ്വാനം കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ ഉള്ളംകാൽ ചവിടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെയും ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. ഉണ്ടോ? ദൈവം തന്നെ ജനത്തിന് കൊടുക്കുന്ന ചില കാര്യങ്ങളുടെ ബന്ധത്തിൽ വ്യക്തമായ ഒരു നിർദ്ദേശവും നൽകുക. ഇന്ന ഇന്ന സ്ഥലങ്ങൾ നിങ്ങൾക്കായിരിക്കും, ഇന്ന ഇന്ന സ്ഥലം നിങ്ങൾ അതിരായിരിക്കും. ദൈവത്തിന് തന്നെ ജനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ പദ്ധതികളുണ്ട്, വ്യക്തമായ കരുതൽ നടപടികളുണ്ട്. ഇതിനെക്കുറിച്ച് നിൽക്കുന്നതല്ല, വ്യക്തമായ പദ്ധതികളുണ്ട് നമ്മെക്കുറിച്ച്. നമ്മളെക്കുറിച്ചുള്ള കരുതൽ നടപടിയുണ്ട് ദൈവത്തിന്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും അയ്യം വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. വില്യംഗിരി പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. നമുക്കതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? എന്തോരം ദൈവനെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു മനസ്സ്. ഞായറാഴ്ച പോയി കൊട്ടിപ്പാട് ഇരിക്കുന്നതിൽ മതം തൃപ്തി പ്രാപിക്കാതെ അതിനപ്പുറത്തേക്ക് പോയിട്ട് ദൈവത്തിന് വേണ്ടി ഏതെങ്കിലും നിലകളിൽ പ്രയോജനപ്പെടുവാനുള്ളൊരു മനസ്സും കൂടെ നമുക്ക് ഉണ്ടാക്കണം. അതിന് നമ്മൾ ഉത്സാഹിക്കണം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. അടുത്തത് 5-ാം വാക്യം. ദൈവം യോശുവോട് പറഞ്ഞ കാര്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടിയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന, ദൈവം പറഞ്ഞ കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന, അതവണ്ണം പ്രവർത്തിക്കുവാൻ മനസ്സൊരുക്കമുള്ള നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവർ കാര്യം എന്താ അറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ദാസന്മാരോടുകൂടെ ഞാൻ ഇരുന്നതുപോലെ, അവരെ ഞാൻ ഉപയോഗിച്ചതുപോലെ, അവരിലൂടെ എൻ്റെ നാമം മഹത്വപ്പെടുത്തിയതുപോലെ ഞാൻ നിന്നിലൂടെയും എൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുമെന്നുള്ളതാണ്. എൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ നിന്നോട് ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഇത്രയും ശ്രേഷ്ഠമൊരു വാഗ്ദത്ത ഉറപ്പ് ആർക്ക് തരാൻ കഴിയും? ഇവിടെ മനുഷ്യൻ നമുക്ക് ഒരുമിച്ചൊക്കെ പോകാണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പാലം വലിച്ച് ഒരു പോവും. മനുഷ്യൻ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ദൈവം പറയുക, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുമെന്ന് പറഞ്ഞാൽ ഉറപ്പാ. ആരെല്ലാം മാറിപ്പോയാലും, ആരിട്ടേച്ച് പോയാലും അവൻ വിട്ടേച്ച് പോകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. കൂടെ ഉണ്ടായിരുന്ന ചിലരെല്ലാം ഇട്ടേച്ച് പോയി നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് പ്രാർത്ഥിച്ചവരോ ഒരുമിച്ച് പ്രവർത്തിച്ചവരോ ചിലപ്പോൾ ഒരു വർഷം കൂടെ ഇല്ലായിരിക്കും, ഇട്ടേച്ച് പോയിട്ടായിരിക്കും. നീ നിന്നെ ഭാരപ്പെടണേ. നിന്നെ വിളിച്ചത് അവരാരും അല്ലല്ലോ, ദൈവമല്ലേ നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ നമ്മുടെ ഫുൾ ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാണ്. ഇന്നലെ കൂടെ നിന്നവൻ, ഇന്നലെ നമ്മുടെ നന്മകൾ കൈപ്പറ്റിയവൻ, നമ്മൾ വളർത്തിക്കൊണ്ടുവന്നവരൊക്കെ ചിലപ്പോൾ നാളെ നമുക്കെതിരെ പാരയായിട്ടും നമ്മെ നിന്ദിച്ചും നമ്മെ പരിഹസിച്ചും നമ്മെ ഉപദ്രവിച്ചൊക്കെ വന്നു നിന്നേക്കാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായപ്പോൾ, പ്രയാസം ഉണ്ടായപ്പോൾ ഒക്കെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തവരായിരിക്കാം. അവരെ ധൈര്യപ്പെടുത്തി കൊണ്ടുവന്നവരായിരിക്കാം.
ശുശ്രൂഷകളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവരായിരിക്കാം. പക്ഷെ അവർ നിനക്കെതിരെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് സങ്കടവും പ്രയാസമുണ്ട്. അപ്പം നമ്മൾ ആ വിട്ടുപോയവരെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം പറയും, കുഞ്ഞേ നീ അവരെ ഓർത്ത് ഭാരപ്പെടുന്നുമുണ്ട്, ഞാൻ നിനക്ക് എവിടെയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ആ ഒരു ധൈര്യം മതി. മാറിപ്പോയി ഒരുപാട് പേരുണ്ടാവുമെന്ന്, വിട്ടുപോയി ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ ദൈവം വിട്ടു മാറിയിട്ടില്ലല്ലോ. ദൈവം ഇനി അവരെല്ലാം കൂടെ ഉണ്ടായിട്ട് ദൈവം ഉപേക്ഷിച്ചാൽ പണി തീർന്നില്ലേ? ദൈവം ഇതിലാണെങ്കിലേ വിശ്വസിച്ചോ, ആരെല്ലാം ഉപേക്ഷിച്ച് പോയാലും ദൈവം കൂടെ ഉണ്ടാവും. ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ആയതേ. അടുത്തത്, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി ഭാഗിക്കും. കണ്ടോ, ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട് ജനത്തോടുള്ളതിൽ. ഒരു വാഗ്ദത്തമുണ്ട്, വലിയ പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ആര് മാറുകയാണ്? യോശുവ മാറുകയാണ്. ദൈവം അവർക്ക് കൊടുക്കുന്നതിന് പങ്കിട്ട് കൊടുക്കുവാനായ ദൈവം ഒരാളെ അവിടെ കണ്ടിരിക്കുക. പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ദൈവം ഒരു കാര്യം ഇപ്പോൾ ഇവിടെ നേരിട്ടൊന്നും ചെയ്യുകയല്ല. ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ട് അവരിലൂടെ ചെയ്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതി പൂർത്തീകരിക്കാനെങ്കിൽ ദൈവം നിന്നെ ഈ തലമുറ കണ്ടിരിക്കാൻ ബോധ്യം നിനക്കുണ്ടാവണം. പിന്നെ മറ്റുള്ളവരെന്തും പറയട്ടെ, അഭിനന്ദിക്കുകയോ പരിഹസിക്കുകയോ നീ അങ്ങനെയാണെന്നോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. നീ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാഗമായി തീരുവാനായിട്ട്, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ഒരു ഭാഗമായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായ നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ വിദ്യാഭ്യാസമൊന്നും വിഷയമില്ലെന്ന്. നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും വിദ്യാഭ്യാസവും തിയോളജി പഠനമൊന്നും ആവശ്യം ഏതിന്? ദൈവം ഇതിനെ കണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് അവിടെ നടന്ന ആളവർ അല്ലെങ്കിൽ വളരെ ചില ആളവരായിരിക്കും നമുക്ക് ആവശ്യമാണ്, അല്ലേ? വിദ്യാഭ്യാസം ദൈവത്തിൻ്റെ ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സമയം തന്നെ 4 പേരുടെ ചില കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഉള്ളത് അറിവുള്ളത് നല്ലതാണ്. ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം ചെയ്യിക്കും, തർക്കമൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച ശക്തന്മാരെ അഭിഷക്തന്മാരിൽ പലരും വലിയ വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കൊല്ലം ഇനി പഠിക്കാൻ പോകുന്നതിന് ഞാനൊരിക്കലും പറയത്തില്ല. പഠനം ആവശ്യമാണ്. ദൈവദിന പഠനവും ഒരു ക്രമീകൃതമായ രീതിയിലുള്ള ദൈവദിന പഠനവും നല്ല കാര്യമാണ്. ശുശ്രൂഷകളെക്കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, ഒരു ക്രമീകൃത പരിശീലനം നല്ല കാര്യമാണ്. അങ്ങനെ ലഭിക്കാത്തവർ ചെയ്യുന്ന ശുശ്രൂഷകൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു അപഹാസ്യത്തിന് കാരണമായി തീരാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി ചെയ്ത് പഠിക്കുന്നപ്പോഴും നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ കൂടി ഇതിൻ്റെ ഉദ്ദേശമുണ്ട്. അതെന്താണ്? ദൈവം ഈ തലമുറയിൽ രക്ഷതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു കൂട്ടാളിയായി പങ്കാളിയായിട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം പറയുന്നതിനൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ വചനം പറയുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായിട്ട് ഇത് ചെയ്യുക, ക്രിസ്തുവിന് പകരമായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ലോകത്തോട് പറയുക. ക്രിസ്തു ചിലപ്പോൾ വന്നു പറഞ്ഞുള്ള ക്രിസ്തുവിന് പകരക്കാരെ കുറേ ആളുകളാണ്. എന്താ പറഞ്ഞത്? ദൈവത്തോടെ നിരന്നുകൊള്ളുവീനെന്ന് ലോകത്തോട് വിളിച്ചു വരുന്നവരാ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ പകരക്കാരായിരിക്കാം. പക്ഷെ ഓർക്കണം, നമുക്ക് പകരക്കാരില്ല. അപ്പോൾ ദേശം ഈ ജനത്തിന് കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് വിഭാഗിച്ചു കൊടുക്കാനായ ദൈവം മോശയെ കാണുകയാണ്. ദാസനെ മോശ നിന്നോട് കൽപ്പിച്ചുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക.
ഈ ദൈവിക കാര്യപരിപാടിയുടെ ഭാഗമായി നീ മാറണമെന്ന് നിനക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? എൻ്റെ ദാസനെ മോശ എന്നോട് കൽപ്പിച്ചുള്ള വചനങ്ങളെ അതനുസരിക്കുവാനുള്ള ഉറപ്പും ധൈര്യം കൊണ്ടാകണം. ദൈവിക പ്രമാണത്തോട് ഏകീഭവിച്ച് നിൽക്കുന്നതായ, ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുന്നതായ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അത് പ്രമാണിക്കുവാനുള്ള ഉറപ്പും ധൈര്യവും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിക്കാനുള്ള ഉറപ്പും ധൈര്യം നമുക്കുണ്ടാകണം. അല്ലാണ്ട് പോയിട്ട് ഒരാളെ തലക്കെട്ട് കയറാനുള്ള മെക്കെട്ട് ധൈര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിപ്പാൻ. ഇന്ന് പലർക്കും ദൈവപ്രമാണം അനുസരിക്കാൻ മടിയല്ലേ? വിളിയുണ്ടായിട്ടും കർത്തൻ്റെ വിലയ്ക്ക് ഇറങ്ങാത്ത എത്ര പേരുണ്ടെന്ന് അറിയാവോ? ദൈവവചന കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടും അത് അനുസരിക്കാത്ത എത്ര പേരുണ്ടെന്ന് അറിയാവോ? അപ്പോൾ ഈ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ മറ്റുള്ളവർ പരിഹസിക്കാറുണ്ട്. സത്യത്തിൽ നേരെ തിരിച്ചാണ് വേണ്ടത്. അവർ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ തൻ്റെ ഇടം കാണിച്ചില്ലേ, ധൈര്യം കാണിച്ചില്ലേ, അതിനവരെ അഭിനന്ദിക്കുക വേണ്ടത്. അതിനെന്താ ചെയ്യണത്? മണ്ടന്മാർ അങ്ങനെ ജീവിക്കുന്നവരെ പരിഹസിക്കുക. അത് എളുപ്പമുള്ള കാര്യമാണല്ലോ. ആ കഴിയുമെങ്കിൽ നീ അവർ ജീവിക്കുന്നവരെ ദൈവത്തിനനുസരിച്ച് ജീവിച്ച് നോക്കുക. പറയാനൊരു ഗുണം അതിന് കൊടുക്കേണ്ടത് വിലയും മനസ്സിലാക്കണം, അതിന് ഗുണവും മനസ്സിലാക്കണം. അപ്പോൾ ഈ വില മനസ്സിലാക്കുമ്പോഴാണല്ലോ പലപ്പോഴും പിന്നോട്ട് പോകുന്നത്. ഗുണം പ്രായപ്പോൾ എല്ലാവർക്കും എടുക്കുക. അപ്പോൾ ദൈവത്തിനെ അനുസരിച്ചുള്ള ധൈര്യം കാണിക്കുക, ഉറപ്പും ധൈര്യമുള്ള. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിനും അനുസരിക്കാൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അതിൽ വെല്ലുവിളി പോലെ പറഞ്ഞു. ചെല്ലുന്നിടത്തൊക്കെ നീ, അത് എന്തിനു വേണ്ടിയിട്ടാ? ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കണതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പോൾ ഈ ദൈവത്തിനെ അനുസരിക്കുന്നതിന് വേണ്ടി അറിയുമോ? ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കുവാനാ. ഇവിടെ ആളുകൾക്കെല്ലാം ശുഭഭാവി ആവശ്യമാണെന്നേ, അനുഗ്രഹം ആവശ്യമാണ്, ഉയർച്ച ആവശ്യമാണ്, വിടുതൽ ആവശ്യമാണ്. പക്ഷേ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് മനുഷ്യനും നെറ്റി വിളിക്കുന്നത്. ഇവിടെ വിടുതൽ പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം വിടുവിക്കും, ഇപ്പം രക്ഷിക്കും, ഇപ്പം മാറും, സാമൂഹിക പരിവർത്തനം, അതുവഴിന്ന്. എടാ, അതിനു മുമ്പ് നീ പറഞ്ഞോളൂ, ഇവർ എങ്ങനെയായാൽ നിനക്ക് വിടുതൽ പ്രാപിക്കും കാര്യം പറഞ്ഞു കൊടുക്കുക. ഈ വിടുതൽ പ്രാപിക്കുക എവിടെയെങ്കിലും തുള്ളുന്ന ആളുകളൊക്കെ പലപ്പോഴും അത് പ്രാപിക്കുവാനുള്ള വ്യവസ്ഥ കേൾക്കുമ്പോൾ പുറകോട്ട് പോവുക. ആദ്യം പറ, ദൈവവചനത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. നീ ദൈവസ്ഥലത്ത് താഴ്ന്നുള്ളവനാണ് ദൈവം ഉയർത്തും. എന്നിട്ട് വെറുതെ ദൈവം ഉയർത്തും മാനിക്കുന്നത് മാത്രം പറഞ്ഞു കൊടുക്കരുത്. ഇതുകൂടെ പറഞ്ഞു കൊടുക്കണം. എങ്കിലേ ജനം പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കത്തുള്ളൂ. ഇവിടെ യോശുവോട് പറയാം, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവനം വിട്ടു പോകരുത്. ദൈവവചനത്തിൽ ഉറച്ചു നിന്നോണം. അനുസരിക്കാൻ ഉത്സാഹമുള്ളവനായിരിക്കണം. സത്യമായിട്ട് വചനം പഠിപ്പിക്കാനുള്ള മനസ്സുണ്ടാക്കണം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് എപ്പോഴും അതുണ്ടാകുന്ന കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകണം. വചനം വായിക്കണം, പഠിക്കണം, എന്നിട്ട് വചനം പഠിപ്പിക്കണം. അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കണം. നീ രാവും പോലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പം ഇത് അനുസരിക്കണമെങ്കിലേ നീ അത് രാവും പോലെ ധ്യാനിക്കണമെന്ന്. ഞായറാഴ്ച കാലത്ത് മുത്തു കൊടുത്തുകൊണ്ട് ഹോളി വന്നു. വലിച്ചോണം 12:30 1 മണിയാകുമ്പോഴത്തേക്കും ഭാഷ ആശീർവാദം പറഞ്ഞ പുത്തു കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ അടുത്ത ഞായറാഴ്ച വീണ്ടും ഹോളിൽ വരുന്നു. എല്ലാവരും സാക്ഷ്യം പറഞ്ഞ കൂടുതൽ ഭാഷ സംഘടന വായിച്ച് പ്രബോധിപ്പിക്കുമ്പോൾ അന്ന് വായിച്ച സംഘടനത്തിൻ്റെ അപ്പുറത്തോ അപ്പുറത്തോ ഒരു വാക്യം കണ്ടുപിടിച്ചിട്ട് എന്നെ സന്തോഷിച്ചൊരു വാക്യം വായിച്ചിരുന്നോളാം കൊണ്ട് ഇരിക്കുന്ന ഊടായ്പ പരിപാടിയല്ല. നോക്കിക്കോ, സാക്ഷ്യം പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച സന്തോഷിച്ച വാക്യം എന്ന് പറഞ്ഞിട്ട് അവർ തിരഞ്ഞെടുത്ത വാക്യം എവിടെ നിന്നായിരിക്കും? അന്ന് ഭാഷ വായിച്ച സങ്കീർത്തനത്തിൽ നിന്നോ അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ സങ്കീർത്തന ഭാഗത്തു നിന്നായിരിക്കും ഒരു വാക്യം കിട്ടുക. രണ്ടാളും കഴിഞ്ഞ ആഴ്ച മുഴുവൻ പുതിയ ദിവസം വായിച്ച് ധ്യാനിച്ചിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സാക്ഷ്യം പറഞ്ഞ 90% ആളുകളല്ല, ചിലരൊക്കെ ഉണ്ട് താനും.
അപ്പോൾ ന്യായപ്രമാണ പുസ്തകത്തെ പ്രമാണിക്കുവാനായിട്ട് രാവിലെ ധ്യാനിപ്പാനായിട്ട് കഴിയണം. നമുക്കിവിടെ ദിവസം വായിക്കാൻ നേരം, നമുക്കിവിടെ വചനം പഠിക്കാൻ നേരം എവിടെയാണ്? നമുക്കതിനൊന്നും നേരമില്ലല്ലോ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുക അപ്പുറത്ത്. ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയും, ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ പറയും, മറ്റു രാഷ്ട്രങ്ങളിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും അവരെ ആയുധ ശേഖരത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം, ഒക്കെ നമുക്ക് അറിവുണ്ട്. പക്ഷെ നമ്മൾ രാവും പകലും ധ്യാനിക്കേണ്ട ദൈവവചനത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, വായിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ധ്യാനിപ്പാനുള്ള ഉത്സാഹം നമുക്കുണ്ടാകണം. അങ്ങനെ ചെയ്താൽ ഗുണമെന്താ? എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. കണ്ടോ? അപ്പോൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതോടുകൂടിയാണ് നിന്റെ ജീവിതത്തിലെ നന്മകളിലേക്ക് വരുന്നത്. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ഉന്നമനത്തിന് വേണ്ടി, ഒരു പുരോഗതിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നീ മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉത്സാഹിക്കണം. അടുത്തത്, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ആരോടെ ഉണ്ടാകുക? യഹോവയുടെ വചനങ്ങളെ അനുസരിക്കുന്ന, ന്യായപ്രമാണത്തിൽ രാവും ധ്യാനിക്കുന്ന, അതുപ്രകാരം ജീവിക്കുന്നവനോട് കൂടെ ആരുണ്ടായിരിക്കും? ദൈവം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ വായി തോന്നുന്നു ജീവിച്ചിട്ട് ദൈവനെ കൂടെ ഉണ്ടെന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ദൈവം കൂടെ ഉണ്ടാവുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം പോകുന്നതിന് കൂടെ ആരുണ്ടായിരിക്കും? ദൈവം ഉണ്ടായിരിക്കും. എന്നിട്ട് അവനെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം? ദൈവം കൂടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ളവനാ, ധൈര്യമുള്ളവനാ. ഏത് പ്രതികൂല സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും ആരും കൂടെ ഉണ്ട്? ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനിടയായിത്തീരും. ആ ദൈവം നമുക്ക് വേണ്ടി കരുതും. അവൻ നമ്മെ വിടുവിക്കും, അവൻ നമ്മെ അനുഗ്രഹിക്കും. കാരണം നാം അവൻ്റെ ജനമായി അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് അവൻ നമ്മെ നിശ്ചയം അനുഗ്രഹിക്കാനിടയായിത്തീരും. യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പരിശോധിക്കണം. എനിക്ക് എന്തുമാത്രം കാര്യങ്ങൾ ദൈവവചനം പഠിക്കാൻ കഴിയുന്നുണ്ട്? ഇത് രാവും ധ്യാനിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇതനുസരിപ്പാൻ കഴിയുന്നുണ്ടോ? അനുസരിച്ചവർക്കാണ് അനുഗ്രഹമെങ്കിൽ എൻ്റെ ഈ പുനോട്ടുള്ള ഗമനത്തിൽ എനിക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൻ്റെ പ്രാരംഭ സെക്ഷനുകളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ തീരുമാനവും ഒരു പുതിയ സമർപ്പണം നമുക്കുണ്ടാകണം. എന്താണ്? ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായി, അനുസരിക്കുന്നവരായി, പ്രമാണിക്കുന്നവരായി, ദൈവത്തിൻ്റെ മുന്നിൽ ജീവിച്ച ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് നമ്മൾ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥി. സ്വർഗീയ പിതാവേ, എന്ന സെക്ഷനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് വിവിധ നിലയിൽ സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ജനത്തെ നീ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായുസ് നിന്നെ ഭയപ്പെട്ട് ജീവിപ്പാൻ, അനുസരിച്ച് ജീവിപ്പാൻ, ഇവനും ധ്യാനിപ്പാൻ, അനുസരിപ്പാനെല്ലാം കർത്താവ് കൃപ നൽകുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ മാനിക്കുന്ന ദൈവമാകിയാൽ കർത്താവേ, നീ ജനത്തെയും അനുഗ്രഹിക്കുമാർ, നിന്നെ അനുസരിച്ച് ജീവിപ്പാൻ ഇവരെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും നിന്നെ അനുസരിക്കുന്നതിലൂടെ പ്രാപിപ്പാൻ ഇവർ സഹായിക്കണമേ. വിശുദ്ധ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനിൽ പങ്കെടുത്തതിൽ നിന്ന് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഓരോ താമസാലും അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ അതിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കണം. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെയും കൂടെ ഈ പാഠ്യപദ്ധതിയിലേക്ക് ആഹ്വാനം ചെയ്യുക. അവർ ദൈവവചനം പഠിക്കട്ടെ, അവരെ ദൈവത്താൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. ഓക്കെ, താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.